Hello, Jasmine. Good Uh, afternoon. good afternoon, teacher. ജാസ്മിൻ എല്ലാ ദിവസവും ക്ലാസ്സിൽ കയറാറുണ്ടല്ലേ? ഇന്നലെയും ജാസ്മിനും രമ്യയായിരുന്നു ഉണ്ടായിരുന്നത് അല്ലേ? അതെ ടീച്ചർ. ഇന്നത്തെ ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളാം ടീച്ചർ. എന്തെങ്കിലും സജഷൻ ഒക്കെ ഉണ്ടോ? നമുക്കത് തുടങ്ങാം. ഇന്നലെ നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്? ഓർമ്മയുണ്ടോ? ഇന്നലെ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ഫ്രണ്ട് ഓഫീസ് ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ്. എന്താണ് ഫ്രണ്ട് ഓഫീസ്? അതിന്റെ റോൾ എന്താണ്? അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നൊക്കെ പഠിച്ചല്ലേ? എന്തുകൊണ്ടാണ് പ്രൊഫഷണലി ട്രെയിൻഡ് ആയിട്ടുള്ള ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ് വേണ്ടതെന്നും പഠിച്ചല്ലേ? നെക്സ്റ്റ് എന്തായിരുന്നു പഠിച്ചത്? കസ്റ്റമർ എന്താണെന്ന് പഠിച്ചു. ആ വേർഡ് എവിടെ നിന്ന് ഡിറൈവ് ചെയ്തെന്ന് പഠിച്ചു. പിന്നെ എന്തായിരുന്നു അതിന്റെ മീനിങ് എന്തായിരുന്നു പഠിച്ചു അല്ലേ? നെക്സ്റ്റ് ഓർമ്മയുണ്ട്. നെക്സ്റ്റ് എന്തായിരുന്നു? കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് ആയിരുന്നു ഡിസ്കസ് ചെയ്തത്. അതെ, ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്കിന്ന് പുതിയൊരു ടോപ്പിക്കിലോട്ട് പോയാലോ? അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോണ ടോപ്പിക് എന്ന് പറയുന്നത് വൈറ്റൽ ഫംഗ്ഷൻ ഓഫ് ദ ഫ്രണ്ട് ഓഫീസ് എന്നാണ്. ഫ്രണ്ട് ഓഫീസിന്റെ ഫങ്ഷൻസ്, പ്രധാനമായിട്ടുള്ള ഫങ്ഷൻസ് ഏതൊക്കെയാണെന്ന്. അപ്പൊ ഏതൊക്കെയായിരിക്കാം? ഓൾറെഡി കംപ്ലീറ്റ് ആയ ചാപ്റ്റർ അല്ലേ ഇത്? ഒന്ന് ഓർത്ത് നോക്കിയാൽ ഏതൊക്കെയായിരിക്കാം ഫ്രണ്ട് ഓഫീസിന്റെ ഫങ്ഷൻസ്, മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻസ്, അതിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെയാണ്, അല്ലെങ്കിൽ അതിന്റെ ഓർമ്മയുണ്ടോ? To identify customer needs and solve their problems. അതെ, കസ്റ്റമറിന്റെ നീഡ്സും പ്രോബ്ലംസും സോൾവ് ചെയ്യുക. അവരുടെ ആവശ്യങ്ങളും പ്രശ്നങ്ങളൊക്കെ തിരിച്ചറിഞ്ഞിട്ട് ഒന്ന് വിശകലനം ചെയ്യുക അല്ലെ? കസ്റ്റമേഴ്സിന് പലതരം പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരിക്കാം. ഹായ് രമ്യ, രമ്യ അല്ലേ അത്? ഗുഡ് ആഫ്റ്റർനൂൺ. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ നമ്മൾ ജസ്റ്റ് ഒന്ന് തുടങ്ങിയിട്ടുള്ളൂ. വൈറ്റൽ ഫംഗ്ഷൻ ഓഫ് ദി ഫ്രണ്ട് ഓഫീസ് എന്നുള്ള ടോപ്പിക്കാണ് ഇപ്പൊ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോവാം. നെക്സ്റ്റ് പോയിന്റ് എന്തായിരുന്നു? ഫസ്റ്റ് പോയിന്റ് എന്തായിരുന്നു? ടു ഐഡന്റിഫൈ ആൻഡ് അനലൈസ് കസ്റ്റമർ നീഡ്സ് ആൻഡ് പ്രോബ്ലംസ്. അവരുടെ നീഡ്സും ആവശ്യങ്ങളും പ്രശ്നങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് അതിനെ അനലൈസ് ചെയ്യുക അല്ലേ? പലതരം കസ്റ്റമേഴ്സിന് പലതരം ആവശ്യങ്ങളും പലതരം പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും അല്ലേ? അപ്പൊ എന്തൊക്കെയായിരിക്കാം അങ്ങനെ ഒരു പ്രോബ്ലംസ് പറഞ്ഞു, അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയായിരിക്കാം? ഒരു ഫ്രണ്ട് ഓഫീസിൽ വരുന്ന ഒരു കസ്റ്റമറുടെ ആവശ്യങ്ങൾ എന്തൊക്കെയായിരിക്കും? ഒരെണ്ണം പറയൂ. ഡോക്ടേഴ്സ് അവൈലബിൾ ആണ്. ഡോക്ടർ അവൈലബിൾ ആണോ അല്ലേ? പിന്നെ രമ്യ പറയൂ. രമ്യ, ഓരോ ഡിപ്പാർട്ട്മെന്റുകളെ കുറിച്ച് നമ്മൾ റിസപ്ഷനിൽ ചെന്ന് എന്തൊക്കെയാ ചോദിക്കാം? നമ്മൾ ടോക്കൺ എടുക്കാൻ അവിടെ പോണത് അല്ലേ? നമ്മൾ ബുക്ക് ചെയ്യണം അവിടെ ചെന്നല്ലേ? അല്ലെങ്കിൽ ഫോണിലൂടെയും പറ്റും അല്ലേ? അപ്പോയിന്റ്മെന്റ്സ് എടുക്കണത് അല്ലേ? ഇതൊക്കെ അനലൈസ് ചെയ്യുന്നത് ആരാണ്? ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഇതൊക്കെ മാനേജ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് പോയിന്റ് എന്താണെന്ന് നോക്കിയാൽ റെക്കഗ്നൈസ് ദ മോസ്റ്റ് കോമൺ റീസൺസ് ഫോർ കസ്റ്റമർ കംപ്ലൈന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? റെക്കഗ്നൈസ് ദ മോസ്റ്റ് കോമൺ റീസൺസ് ഫോർ കസ്റ്റമർ കംപ്ലൈന്റ്സ്. കസ്റ്റമർ കംപ്ലൈന്റ്സിനെ എന്താണ്? കംപ്ലൈന്റ്സ് അത് തിരിച്ചറിയുക. റീസൺസ്, അതിനുള്ള കാരണങ്ങൾ എന്താണെന്ന് തിരിച്ചറിയുക അല്ലെ? അപ്പൊ എന്തൊക്കെ കംപ്ലൈന്റ്സ് ഉണ്ടാകാം? ഒരു കംപ്ലൈന്റ് ബോക്സ് ചില ഹോസ്പിറ്റലിൽ കാണാൻ പറ്റും അല്ലേ? ഹലോ, കണ്ടിട്ടുണ്ടോ അങ്ങനെ കംപ്ലൈന്റ് ബോക്സ് ഹോസ്പിറ്റലുകളിൽ? അപ്പൊ എന്തൊക്കെ കംപ്ലൈന്റ്സ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അവിടെ? ഒരു കസ്റ്റമറിന് അല്ലെങ്കിൽ ഒരു പേഷ്യന്റ് അവിടെ വന്നാൽ എന്തൊക്കെ ഒരു കംപ്ലൈന്റ്സ് ഒക്കെ ആയിരിക്കും? നമ്മൾ യൂഷ്വലി ഹോസ്പിറ്റലിൽ പോകുന്നവരാണല്ലേ? കസ്റ്റമേഴ്സിനെ ട്രീറ്റ് ചെയ്യുന്നത് ഉണ്ടാവാറുണ്ട്.
കസ്റ്റമേഴ്സിനെ ട്രീറ്റ് ചെയ്യുന്നത് ഇഷ്ടപ്പെടില്ലെങ്കിൽ അത് അതെ, നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന രീതി. ചില നേഴ്സിന്റെ അവരുടെ നമുക്ക് ചില മോശം അനുഭവങ്ങളൊക്കെ ഉണ്ടാകാം അല്ലേ? അതെ ടീച്ചർ. അതെ, നമുക്ക് അതൊക്കെ കംപ്ലൈന്റ് ആയിട്ട് അതിനുള്ള റീസൺസ് കണ്ടെത്തുക അല്ലെ, തിരിച്ചറിയുക. അതൊക്കെ ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഫങ്ഷൻസ് ആണ്. നെക്സ്റ്റ് പോയിന്റ് എന്താണ്? ഡിസ്കവർ ടെക്നിക്സ് ടു കൾട്ടിവേറ്റ് ആൻഡ് മെയിൻറ്റെയിൻ സ്പെഷ്യൽ കസ്റ്റമർ റിലേഷൻഷിപ്സ്. എന്താണ്? കസ്റ്റമർ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പുതിയ ടെക്നിക്സുകളൊക്കെ കണ്ടെത്തുക അല്ലേ? രമ്യ പോയോ? രമ്യാണല്ലോ, ജാസ്മിൻ മിസ്. രമ്യ, ഹലോ രമ്യ. നെറ്റ് പ്രോബ്ലം ഉണ്ട്. ആണല്ലേ, ഞാൻ പറയണ കേൾക്കുന്നില്ലേ? ഹലോ, നമ്മൾ നെക്സ്റ്റ് പോയിന്റ് എന്തായിരുന്നു? ഡിസ്കവർ ടെക്നിക്സ് ടു കൾട്ടിവേറ്റ് ആൻഡ് മെയിൻറ്റെയിൻ സ്പെഷ്യൽ കസ്റ്റമർ റിലേഷൻഷിപ്പ് അല്ലേ? ഹലോ, കേൾക്കുന്നുണ്ടോ രമ്യ? ഇടയ്ക്കിടയ്ക്ക് നെറ്റ് കട്ടാവും. സോറി, ഇടയ്ക്ക് നെറ്റ് കട്ടായി പോണം. നെറ്റ് കട്ടാവുന്നുണ്ടല്ലേ? നെക്സ്റ്റ് പോയിന്റ് നോക്കാം. അസസ് യുവർ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ ആൻഡ് യൂസ് two-way communication skills to level with people, to accept feedback from them and to discuss problems. എന്ന് പറഞ്ഞാ എന്താ? two-way communication skills എന്ന് പറഞ്ഞാൽ എന്താണ്? two-way communication skills. അതെ, പരസ്പരം. ഇപ്പൊ നമ്മള് ഫ്രണ്ട് ഓഫീസിലുള്ള ഒരു സ്റ്റാഫ് ആണെങ്കിലും പേഷ്യൻസ് ആണെങ്കിലും പരസ്പരം അവരുടെ കംപ്ലൈന്റ്സ് അല്ലെങ്കിൽ അവരുടെ ഫീഡ്ബാക്ക് പറഞ്ഞാലാണല്ലേ? ഓക്കെ അല്ലേ? Assess your communication style and use two-way communication skills to level with people, to accept feedback from them and to discuss problems. അല്ലേ? നല്ലത് പ്രോബ്ലം ഒക്കെ ഡിസ്കസ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരാളും മിണ്ടാതെ നിന്ന് എന്താ അയാളുടെ പ്രോബ്ലം എന്ന് തിരിച്ചറിയാൻ പറ്റുമോ? രണ്ടുപേരും പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അല്ലേ? കേൾക്കുന്നില്ലേ? ഇപ്പൊ കേൾക്കാം. നമ്മുടെ നെക്സ്റ്റ് പോയിന്റ് എന്താണെന്ന് നോക്കിയേ. ഐഡന്റിഫൈ സ്പെസിഫിക് പ്രോബ്ലംസ് ഇൻ യുവർ കസ്റ്റമർ സർവീസ് പ്രോഗ്രാം ആൻഡ് അപ്ലൈ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? Identify specific problems in your customer service program and apply treatment. കസ്റ്റമർ സർവീസ് പ്രോഗ്രാമിലുള്ള പ്രോബ്ലംസിനെ ഐഡന്റിഫൈ ചെയ്തിട്ട് അതിനുള്ള പരിഹാരങ്ങൾ അപ്ലൈ ചെയ്യുക. ഇതൊക്കെ ആരുടെ ഫങ്ഷൻസ് ആണ് രമ്യ? ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഫങ്ഷൻസ് ആണ് ഇതൊക്കെ. ഓക്കെ അല്ലേ? അപ്പൊ ഒന്നും കൂടി നോക്കാം ഏതൊക്കെയാണ് വൈറ്റൽ ഫങ്ഷൻസ് ഓഫ് ദി ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റിന്റെ. ടു ഐഡന്റിഫൈ ആൻഡ് അനലൈസ് കസ്റ്റമർ നീഡ്സ് ആൻഡ് പ്രോബ്ലംസ്. അവരുടെ നീഡ്സും പ്രോബ്ലംസ് ഒക്കെ ഐഡന്റിഫൈ ചെയ്യുക, ദെൻ അനലൈസ് ചെയ്യുക, വിശകലനം ചെയ്യുക. അതൊക്കെ അല്ലെ, എന്താണ് അവരുടെ പ്രോബ്ലം അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് തിരിച്ചറിയുക. റെക്കഗ്നൈസ് ദ മോസ്റ്റ് കോമൺ റീസൺ ഫോർ കസ്റ്റമർ കംപ്ലൈന്റ്സ്. കസ്റ്റമേഴ്സിന്റെ കംപ്ലൈന്റ് റീസൺ കണ്ടെത്തുക, അവർ റെക്കഗ്നൈസ് ചെയ്യുക റീസൺ എന്താണെന്നുള്ളത് അല്ലേ? നെക്സ്റ്റ് എന്താണ്? ഡിസ്കവർ ടെക്നിക്സ് ടു കൾട്ടിവേറ്റ് ആൻഡ് മെയിൻറ്റെയിൻ സ്പെഷ്യൽ കസ്റ്റമർ റിലേഷൻഷിപ്പ്. കസ്റ്റമറുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ ടെക്നിക്സുകൾ കണ്ടെത്തുക. ഓക്കെ അല്ലേ? നെക്സ്റ്റ് എന്താണ്? അസസ് യുവർ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ ആൻഡ് യൂസ് two-way communication skills to level with people, to accept feedback from them and to discuss problems. രണ്ടുപേരും ഒരേപോലെ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്താലാണ് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്ത് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? ഐഡന്റിഫൈ സ്പെസിഫിക് പ്രോബ്ലംസ് ഇൻ യുവർ കസ്റ്റമർ സർവീസ് പ്രോഗ്രാം ആൻഡ് അപ്ലൈ ട്രീറ്റ്മെന്റ്. കസ്റ്റമർ സർവീസ് പ്രോഗ്രാമിലെ പ്രോബ്ലംസ് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യുക ഫസ്റ്റ് തന്നെ. എന്നിട്ട് എന്ത് ചെയ്യണം? അതിന് വേണ്ടി ഒരു ട്രീറ്റ്മെന്റ്, അതിനൊരു പ്രതിവിധി കണ്ടെത്തുക അല്ലെ?
ട്രീറ്റ്മെന്റ് അപ്ലൈ ചെയ്യുക. ഓക്കെ അല്ലേ ഇത്രയും? ഓക്കെ. നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോയാലോ? നെക്സ്റ്റ് ടോപ്പിക് പറയുന്നത് എന്താണ്? ഫങ്ഷൻസ് ഓഫ് ഫ്രണ്ട് ഓഫീസ്. ഹോസ്പിറ്റലിലെ ഫ്രണ്ട് ഓഫീസിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന്. ഞാൻ സ്ക്രോൾ ചെയ്ത് നോക്കട്ടെ കേട്ടോ. നെക്സ്റ്റ് ടോപ്പിക് ഫസ്റ്റ് എന്താണ്? രജിസ്ട്രേഷൻ. പറ്റുന്നില്ലേ? The patient അല്ലെങ്കിൽ thus coming for treatment or willing to show a consultant. എന്താണ് മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ? പേഷ്യന്റ് അല്ലെങ്കിൽ ഗസ്റ്റ് ട്രീറ്റ്മെന്റിന് കൺസൾട്ടേഷന് വേണ്ടിയായിരുന്നു. അത് നമ്മൾ രജിസ്റ്റർ ചെയ്യണം അല്ലേ? പിന്നെ registering guests. The hospital needs to keep a complete register of guests, essential for other department as well. നമ്മുടെ പേഷ്യന്റിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസും റെക്കോർഡ് ചെയ്ത് വെക്കണം അല്ലെ? രജിസ്റ്റർ ചെയ്യണം. അത് മറ്റു ഡിപ്പാർട്ട്മെന്റ്സിന്, നമ്മുടെ ഹോസ്പിറ്റൽ അറിയാം പലതരം ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടായിരിക്കും ഒരു ഓർഗനൈസേഷൻ അല്ലേ? അല്ലേ? പലതരം ഡിപ്പാർട്ട്മെന്റ്സിനും ഉണ്ടായിരിക്കാം. ആ ഡിപ്പാർട്ട്മെന്റ്സിലേക്ക് കൂടി വേണ്ട ഇൻഫർമേഷൻസ് നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കണം. ഏതൊക്കെയായിരിക്കാം? മെഡിക്കൽ റെക്കോർഡ്, അഡ്മിഷൻ, ബില്ലിംഗ്, വാർഡ്, അതേഴ്സ്. രജിസ്ട്രേഷൻ ഉണ്ട്. നെക്സ്റ്റ് പോയിന്റ് എന്താണ്? ഇൻഫർമേഷൻ. ഡാറ്റ നീഡഡ് ഫോർ രജിസ്ട്രേഷൻ. രജിസ്റ്റർ ചെയ്യാൻ ആവശ്യമായ ഡാറ്റാസ് എന്തൊക്കെയാണ്? പേഴ്സണൽ ഡാറ്റ. നമുക്ക് കുറച്ച് ഡാറ്റാസ് ഒക്കെ പ്രൊവൈഡ് ചെയ്താലാണ് രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? അപ്പൊ ഏതൊക്കെ ഡാറ്റാസ് ആണ് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്? ഏതൊക്കെ ഡാറ്റാസ് കൊടുക്കണം? പേഴ്സണൽ ഡാറ്റാസ്. പേഴ്സണൽ ഡാറ്റ ഏതൊക്കെയായിരിക്കും അതില്? നെയിം, അഡ്രസ്, ഫോൺ നമ്പർ. ആരാണ്, അയാളുടെ അഡ്രസ് അല്ലെങ്കിൽ ഫോൺ നമ്പർ, ഈ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കണം അല്ലേ? എന്നാലാണ് നമ്മൾ ഹോസ്പിറ്റലിൽ, നമ്മളിപ്പോ സാധാരണ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമുക്ക് അറിയാം അല്ലേ? ഒരു ഡോക്ടർ അപ്പോയിന്റ്മെന്റ് എടുക്കണമെങ്കിൽ നമ്മുടെ കാർഡൊക്കെ ഉണ്ടാവും. ആ കാർഡൊക്കെ കാണിച്ചു കൊടുക്കണം. അതിൽ നമ്മുടെ പേരുണ്ടാവും, അഡ്രസ് ഉണ്ടാവും, ഫോൺ നമ്പർ ഒക്കെ ഉണ്ടാവും അല്ലേ? Then information to the guest. ഗസ്റ്റ് നമ്മൾ എന്തൊക്കെ ഇൻഫോം ചെയ്യണം? സീനിയർ സിറ്റിസൺ ക്ലബ്. വരുന്ന പേഷ്യന്റിനോട് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യണം. എന്തിനൊക്കെ പറ്റിയായിരിക്കണം? സീനിയർ സിറ്റിസൺ, അതർ പാക്കേജുകൾ, ഇൻവെസ്റ്റിഗേഷൻ, ലബോറട്ടറി ആൻഡ് ഡയഗ്നോസിസ്, എമർജൻസി, താരിഫ്, സീനിയർ സിറ്റിസൺ ക്ലബ്, അതർ പാക്കേജസ്, അതർ ഇൻവെസ്റ്റിഗേഷൻ, ലബോറട്ടറി, ഡയഗ്നോസ്റ്റിക്, എമർജൻസി, ഇൻ പേഷ്യൻസ്. അതർ പാക്കേജിൽ എന്തൊക്കെ വരാം? ഇൻഷുറൻസിനെ പറ്റി ആയിരിക്കാം. ഇൻഷുറൻസ് സ്കീം ഒക്കെ ഉണ്ടാവില്ലേ പല ഹോസ്പിറ്റലുകൾ? അപ്പൊ അതൊക്കെ നമുക്ക് അവരായിട്ട് ഷെയർ ചെയ്യണം, ഇൻഫർമേഷൻ കൊടുക്കണം. ഹോസ്പിറ്റലിൽ ഇങ്ങനെയുള്ള പാക്കേജസ് ഒക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് അവർ ഇൻഫോം ചെയ്യണം അല്ലെ? അതൊക്കെ ആരുടെ ഡ്യൂട്ടിയാണ് അല്ലെങ്കിൽ ആരുടെ ഫംഗ്ഷൻ ആണ് ഇതൊക്കെ? ഫ്രണ്ട് ഓഫീസ്. ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഫംഗ്ഷൻസ് ആണ് അതൊക്കെ. ദെൻ ക്യാഷ് കളക്ഷൻ. ക്യാഷ് കളക്ട് ചെയ്യുക അല്ലെ? The registered amount to be collected from the guest and should be deposited to the cash at the end of the day before closing the counter, hand over to another person. എന്ന് പറഞ്ഞാൽ എന്താ? ആ ദിവസത്തെ എൻഡ് ഓഫ് ദി ഡേ ക്യാഷ് ക്ലോസ് ചെയ്യണം. പിന്നെ അടുത്ത എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ കണക്ക് ക്ലോസ് ചെയ്യണം. അതെ, നമ്മുടെ ഫ്രണ്ട് ഓഫീസിലാണ് നമ്മൾ എമൗണ്ട് പേ ചെയ്യണത് അല്ലേ? നമ്മൾ ചെല്ലുമ്പോൾ ആ എമൗണ്ട് എന്ത് ചെയ്യണം? എൻഡ് ഓഫ് ദ ഡേ, അല്ലെങ്കിൽ ഫ്രണ്ട് ഓഫീസ് നമുക്കറിയാം ഷിഫ്റ്റ് ഡേയ്സ് ആണ് അല്ലെ? ഷിഫ്റ്റ് ആണ്. നമ്മൾ ചെല്ലുമ്പോൾ എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ഒരാൾ തന്നെ ആയിരിക്കും അവിടെ? ഇല്ല, മോർണിംഗിലുള്ള ആൾ തന്നെ ആയിരിക്കും, നൈറ്റ് ഉണ്ടാവുന്നതല്ല. അപ്പൊ അടുത്ത ആൾക്ക് അത് ഹാൻഡ് ഓവർ ചെയ്യുന്നതിന് മുൻപ് തന്നെ നമ്മൾ ആ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കണം. നെക്സ്റ്റ് എന്താണ്? ഇൻഫോർമേഷൻ എൻക്വയറി ഹാൻഡ്ലിംഗ്.
ഇൻഫോർമേഷൻ എൻക്വയറി ഹാൻഡ്ലിംഗ്. ബി കൺസിഡറേറ്റ്, ഫ്രണ്ട്ലി ആൻഡ് കർട്ടിയസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ എന്തൊക്കെയാണ്? നമ്മൾ ഫ്രണ്ട്ലി ആയിരിക്കണം അവരോട്, അല്ലേ? നമ്മൾ അവർ വന്നൊരു ഇൻഫോർമേഷൻ ചോദിക്കുമ്പോൾ എൻക്വയറി ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കണം അവരോട് പെരുമാറേണ്ടത്? നമ്മൾ ഫ്രണ്ട്ലി ആയിരിക്കണം, കർട്ടിയസ് ആയിരിക്കണം, അല്ലേ? കുറച്ച് മര്യാദകളൊക്കെ പാലിക്കണം, വേണ്ടേ? നമ്മളിപ്പോ ചെന്ന് ഫ്രണ്ട് ഓഫീസിൽ എന്തെങ്കിലും ഒരു കാര്യം അന്വേഷിക്കുമ്പോൾ നമ്മളോട് അവർ റൂഡായിട്ട് പെരുമാറിയാൽ നമുക്കൊരു എന്താ ഫീൽ ചെയ്യണം, അല്ലേ? നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, അല്ലേ? നമ്മൾ അവരോട് എപ്പോഴും ഫ്രണ്ട്ലി ആയിരിക്കണം, കുറച്ച് മര്യാദകളൊക്കെ പാലിക്കണം നമ്മൾ, അല്ലേ? പ്രാക്ടീസ് കർട്ടസി ഏതൊക്കെ ആയിരിക്കും? അങ്ങനെയൊക്കെ പറയാം. പ്ലീസ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യാം, അല്ലേ? നമ്മൾ എന്തെങ്കിലും കൊടുത്തത് താങ്ക് യു പറയാം, അല്ലേ? എക്സ്പ്ലെയിൻ, ഡു ഇറ്റ് പേഷ്യന്റ്ലി. ഇപ്പൊ അവർ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. എങ്ങനെയായിരിക്കണം? ക്ഷമയോടുകൂടി ആയിരിക്കണം. ഡു ഇറ്റ് പേഷ്യന്റ്ലി. അലൗ ക്രിറ്റിസിസം. എന്നെ ക്രിട്ടിസൈസ് ചെയ്യാൻ പാടില്ല, അങ്ങനെയുണ്ടോ? നമ്മൾ തെറ്റ് കണ്ടത് നമ്മൾ പറയണം, അതിന് നമ്മൾ അനുവദിക്കണം, അല്ലേ? അലൗ ക്രിറ്റിസിസം. ഓക്കെ ആണോ? ഫിഫ്ത്ത് ടോപ്പ് പോയിന്റ് ആണ് റിപ്പോർട്ട് മേക്കിംഗ്. ഏതൊക്കെ റിപ്പോർട്ട് ആയിരിക്കും? പറയൂ. സെൻസസ് റിപ്പോർട്ട് ആവാം. അതർ റിപ്പോർട്ട്സ് ഏതൊക്കെ വരാം? പേയ്മെന്റ് മെത്തേഡിന്റെ റിപ്പോർട്ട് ഉണ്ടാവാം, ഡിസ്ചാർജ് റിപ്പോർട്ട് ഉണ്ടാവാം. ഓക്കെ, ഇത് ക്ലിയർ അല്ലേ? പിന്നീട് ക്ലിയർ ആണോ? രമ്യ, ജാസ്മിൻ? നമ്മുടെ നെക്സ്റ്റ് പോയിന്റ് ടോപ്പിക്, ഡു യു നോ വൈ കസ്റ്റമർ ലീവ്? ഒരു കസ്റ്റമർ എന്തുകൊണ്ടായിരിക്കും ലീവ് ചെയ്തു പോകുന്നത്? പഠിച്ചായിരുന്നു, അല്ലെ? കസ്റ്റമർ എന്താണെന്നൊക്കെ പഠിച്ചു, ഇല്ലേ? അപ്പൊ ഒരു കസ്റ്റമർ എന്തുകൊണ്ടായിരിക്കും ലീവ് ചെയ്തു പോകുന്നത്? 1% അല്ലെ? 1% ചിലപ്പം 1% മരിക്കുന്നതിലൂടെ, അല്ലെ? 3% മൂവ് അവേ. ഡെവലപ്പ് അതർ റിലേഷൻഷിപ്പ്. ഇപ്പൊ വേറൊരു പ്രോഡക്റ്റ് കണ്ടപ്പോ അത് ഇഷ്ടമായപ്പോ അതായിട്ടൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കി അങ്ങോട്ട് ഡെവലപ്പ് ചെയ്യാം, അല്ലെ? മൂവ് ചെയ്യാം. ലീവ് ഫോർ കോമ്പറ്റേറ്റീവ് റീസൺ. മത്സരങ്ങൾ ഉണ്ടാകാം, അല്ലെ? Then 40% are dissatisfied with other product or service. 40% എങ്ങനെയായിരിക്കാം? ആ പ്രോഡക്റ്റിൽ അല്ലെങ്കിൽ സർവീസിൽ എങ്ങനെയായിരിക്കാം? സാറ്റിസ്ഫൈ അല്ലായിരിക്കാം. അങ്ങനെ ലീവ് ചെയ്തു പോകുന്ന കസ്റ്റമേഴ്സും ഉണ്ട്. പിന്നെന്താണ്? 68% ലീവ് ബിക്കോസ് ഓഫ് റൂഡ് ഓർ ഡിസ്കർട്ടിയസ് സർവീസ്. എന്തുകൊണ്ടാണ് 68% കസ്റ്റമർ ലീവ് ചെയ്തു പോകുന്നത്? റൂഡ് ഓർ ഡിസ്കർട്ടിയസ്. അവരുടെ പെരുമാറ്റം കൊണ്ട്, അല്ലെ? റൂഡ് ആയിട്ടുള്ള പെരുമാറ്റം കൊണ്ട്, മര്യാദയില്ലാത്ത പെരുമാറ്റം കൊണ്ടാണ് 68% കസ്റ്റമർ ആണ് അവിടെ ലീവ് ചെയ്തു പോകുന്നത്. അപ്പൊ ഇമ്പോർട്ടൻസ് മനസ്സിലായോ? നമ്മൾ എത്ര പൊളൈറ്റ് ആയിരിക്കണം അല്ലെങ്കിൽ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ളതിന്റെ. 68% ആണ് ആ ഒരു ഒറ്റ റീസൺ കൊണ്ട് മാത്രം ആ കസ്റ്റമറിന് ലീവ് ചെയ്തു പോകുന്നത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ടോപ്പിക് ആണ് ദ കസ്റ്റമർ വാണ്ട്സ് യു ടു. ഒരു കസ്റ്റമർ എന്തൊക്കെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്? നമ്മൾ എങ്ങനെയായിരിക്കണം അവരോട് പെരുമാറേണ്ടത്? എന്തൊക്കെ എക്സ്പെക്ട് ചെയ്യാം? വാല്യൂ. ചെല്ലുമ്പോ അല്ലെങ്കിൽ ഫ്രണ്ട് ഓഫീസിൽ ചെല്ലുമ്പോ നമ്മൾ അവരൊന്ന് ഗ്രീറ്റ് ചെയ്യണം, അല്ലെ? നമ്മൾ അവർക്ക് വാല്യൂ കൊടുക്കണം, ഹെൽപ്പ് ചെയ്യണം. അവരുടെ പ്രശ്നങ്ങൾ നമ്മൾ ഹെൽപ്പ് ചെയ്യണം. ലിസൺ. നമ്മൾ അവർ പറയുന്നത് ലിസൺ ചെയ്യണം. അവര് മാത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാ മതിയോ? അല്ല, നമ്മൾ അവർ ലിസൺ ചെയ്യണം. ആക്റ്റീവ് ലിസണർ ആയിരിക്കണം നമ്മള്. ഓക്കെ, ഇൻവൈറ്റ് ബാക്ക്. അതെ, ഓക്കെ അല്ലേ? അപ്പൊ ഇതൊക്കെ സിമ്പിൾ അല്ലേ? നെക്സ്റ്റ് നമുക്ക് ഏരിയാസ് കമ്മിങ് അണ്ടർ ഫ്രണ്ട് ഓഫീസസ് ഓർ ഔട്ട് പേഷ്യന്റ് ഏരിയ. വട്ട് ഈസ് സ്റ്റാൻഡ് ഫോർ OPD? OPD, ഔട്ട് പേഷ്യന്റ് ഏരിയ. ഔട്ട് പേഷ്യന്റ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ? പുറമെ പേഷ്യൻസ് വന്ന കൺസൾട്ടേഷന് മാത്രം മതി. അതെ, ഹോസ്പിറ്റലിൽ അവരെ അക്കോമഡേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അവരെന്തിനാണ്? ചികിത്സയ്ക്ക് വേണ്ടി മാത്രം വന്ന് തിരിച്ചു പോകുന്നവരാണ്. അവിടെ അഡ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അവരെ, അല്ലേ?
അങ്ങനെയുള്ള പേഷ്യന്റ് ആണ് എന്തെന്ന് ഔട്ട് പേഷ്യന്റ് ഏരിയ OPD എന്ന് പറയുന്നത്. അപ്പൊ ആ OPDക്ക് താഴെ വരുന്ന ഏരിയാസ് ഏതൊക്കെയാണ്? മെയിൻ റിസപ്ഷൻ, മെയിൻ റിസപ്ഷൻ ആണ് അവർ ആദ്യം വരുന്നത്. ദെൻ കൺസൾട്ടേഷൻ റൂം, കൺസൾട്ടേഷൻ റൂമിലോട്ട് അവർ പോകുന്നു. പിന്നെ ഡയഗ്നോസിസ് ചെയ്യുന്നത് ECG എടുക്കാനാണോ, എക്കോ, MRI ഇതിനൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് അവിടെ അഡ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല ഉണ്ടോ അല്ലേ? ഇതാണ് ഔട്ട് പേഷ്യന്റ് ഏരിയ എന്ന് പറയുന്നത്. OPD ഔട്ട് പേഷ്യന്റ് ഏരിയ. ഓക്കെ അല്ലേ? ഓക്കെ. And understand the challenges faced by front desk staff. ഈ ഫ്രണ്ട് ഓഫീസിലെ സ്റ്റാഫുകളും കുറെ ചാലഞ്ചസ് ഒക്കെ ഫേസ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെ ചാലഞ്ചസ് ആയിരിക്കും, എന്തൊക്കെ ചാലഞ്ചസ് ആയിരിക്കും അവർ ഫേസ് ചെയ്യുന്നത്? മാനേജിങ് പേഷ്യന്റ് ഇമോഷൻസ്. അതെ, ഇപ്പൊ ഹോസ്പിറ്റലിൽ വരുന്ന ഫ്രണ്ട് ഓഫീസിൽ എത്തുന്ന പേഷ്യൻസ് എല്ലാം എങ്ങനെയായിരിക്കണം? നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. കാം ആൻഡ് കൂൾ ആയിരിക്കില്ല അല്ലേ? അവര് എമർജൻസി ആയിട്ട് വന്നവരായിരിക്കാം അല്ലേ? ചിലപ്പോ അവര് ഇംപേഷ്യന്റ് ആയിരിക്കാം, ക്ഷമയില്ലാതെ വന്നവരായിരിക്കും അല്ലേ? അങ്ങനെയുള്ളവരെ മാനേജ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടല്ലേ? മാനേജിങ് പേഷ്യന്റ് ഇമോഷൻസ്, അങ്ങനെയുള്ള പേഷ്യൻസിന്റെ ഇമോഷൻസ് മാനേജ് ചെയ്യുക എന്നുള്ളത് വലിയൊരു ചാലഞ്ച് ആണ് ഫ്രണ്ട് ഓഫീസിന്. നെക്സ്റ്റ് എന്താണ്? ഹാൻഡ്ലിംഗ് കോൾ വോളിയം ആൻഡ് മെയിൻറ്റെയിനിങ് ഫോൺ etiquette. Handling call volume and maintaining phone etiquette. കോളുകൾ ഹാൻഡിൽ ചെയ്യുന്ന ആരാണ്? നമ്മുടെ ഫോണിലൂടെ നമ്മൾ ചെയ്യാറുണ്ടോ അല്ലെ? അപ്പോയിന്റ്മെന്റ് എടുക്കാറുണ്ട്. അപ്പൊ ഇതൊക്കെ ഫോണൊക്കെ അറ്റൻഡ് ചെയ്യണ ആരാണ്? ഫ്രണ്ട് ഓഫീസിലുള്ള സ്റ്റാഫാണ്. പിന്നെ ഫോൺ എറ്റിക്കേറ്റ്. എറ്റിക്കേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചില മര്യാദകളൊക്കെ ഉണ്ട് ഫോണിലൂടെ സംസാരിക്കുമ്പോ അല്ലെ? എന്തൊക്കെയായിരിക്കും അത്? വെൽക്കം ചെയ്യണം. പിന്നെ നമ്മൾ പറയുന്നത് അവര് പറയുന്നതും ക്ലിയർ ആയിരിക്കണം അല്ലെ? ആക്റ്റീവ് ലിസണർ ആയിരിക്കണം. നമ്മൾ പറയുന്നത് ആക്റ്റീവായിട്ട് ലിസൺ ചെയ്യുന്ന ഒരാളായിരിക്കണം. നമ്മുടെ കറക്റ്റ് ആയിട്ട് റിപ്ലൈ ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിരിക്കണം അല്ലേ? നമ്മളൊരു ഡോക്ടർ ഉണ്ടോ അല്ലെങ്കിൽ എപ്പോഴാണ് അപ്പോയിന്റ്മെന്റ് കിട്ടിയിരിക്കുന്നതൊക്കെ ചോദിക്കുമ്പോ കറക്റ്റ് ആയിട്ടുള്ള ഒരു റിപ്ലൈ നമുക്ക് വേണ്ടേ? വേണം. അങ്ങനെയുള്ളൊരു ആക്റ്റീവ് ലിസണർ കൂടി ആയിരിക്കണം ആര്? ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റിന്റെ സ്റ്റാഫ്. ഓക്കെ അല്ലേ? ടോൺ എങ്ങനെയായിരിക്കണം? നല്ല ടോൺ എങ്ങനെയായിരിക്കണം? കാമായിരിക്കണം അല്ലേ? വളരെ ദേഷ്യപ്പെട്ടൊക്കെ സംസാരിക്കാവോ? ഇതൊക്കെയാണ് എന്തെന്ന് അവർക്കും ഇമോഷൻസ് ഉണ്ട്. ഓക്കെ, ആ ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റിൽ ഇരിക്കുന്ന സ്റ്റാഫിനും ഇമോഷൻസ് ഉണ്ട്. ആ ഇമോഷൻസിനൊക്കെ കൺട്രോൾ ചെയ്തിട്ട് വേണം നമ്മൾ അവിടെ ഇരിക്കാനായിട്ട് അല്ലേ? നമുക്ക് തന്നെ ചില സമയത്ത് ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, റൈറ്റ് അല്ലേ? അപ്പൊ ആ ഇമോഷൻസിനൊക്കെ കൺട്രോൾ ചെയ്തിട്ടായിരിക്കണം നമ്മൾ ഫ്രണ്ട് ഓഫീസിൽ ഇരിക്കാനായിട്ട്. ദെൻ മാനേജിങ് പേഷ്യന്റ് വെയിറ്റ് ടൈംസ് ആൻഡ് പേഷ്യന്റ് ഫ്ലോ. നമുക്ക് എത്ര സമയം നമ്മളവിടെ വെയിറ്റ് ചെയ്യണം ഒരു പേഷ്യന്റ് വന്നാല്, ഇതൊക്കെ മാനേജ് ചെയ്യുന്നത് ആരാണ്? ഫ്രണ്ട് ഓഫീസ് ആണ്. ദെൻ കംപ്ലൈന്റ് റെസൊല്യൂഷൻ. എന്താണ്? പരാതി പരിഹാരം. കംപ്ലൈന്റ് റെസൊല്യൂഷൻ കൊടുക്കുന്നത് ആരാണ്? ഫ്രണ്ട് ഓഫീസ് ആണ്. ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റാഫ് ആണ്. ഓക്കെ അല്ലേ ഇത് രമ്യ? അപ്പൊ നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് ആണ് മെയിൻ ഗോൾ. നമുക്കിത് വായിക്കുമ്പോ എല്ലാം ഒരേപോലെ തന്നെ തോന്നും അല്ലേ? നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത അതേ കാര്യം തന്നെയാണ് ഇതിലും എല്ലാം പറയുന്നത്. കൺഫ്യൂഷൻ ഉണ്ടോ? ഓക്കെ അല്ലേ? നമ്മൾ മെയിൻ ഗോൾ, പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്? Your main goal is to have each patient leave with a smile, satisfaction on their face, and feeling of having been well taken care of by you and your employees or colleagues. എന്താണ്? ഒരു പേഷ്യന്റ് അവിടെ വന്ന് തിരിച്ചു പോകുമ്പോ എങ്ങനെയായിരിക്കണം? സ്മൈൽ ആൻഡ് അവർ സാറ്റിസ്ഫൈഡ് ആയിരിക്കണം അല്ലേ? നിങ്ങളുടെ സർവീസില് നമ്മൾ നന്നായിട്ട് ടേക്ക് കെയർ ചെയ്താൽ മാത്രമല്ല അവർ സാറ്റിസ്ഫൈ ആകുള്ളൂ. എന്നാലും അല്ലേ?
യെസ്. ഒരു മെയിൻ ഗോൾ എന്ന് പറയുന്നത് ഒരു പേഷ്യന്റ് തിരിച്ചു പോകുമ്പോൾ എങ്ങനെയായിരിക്കണം? ലീവ് വിത്ത് സ്മൈൽ, സാറ്റിസ്ഫാക്ഷൻ ഓൺ ദിയർ ഫേസ്. അവരുടെ മുഖത്ത് ആ സാറ്റിസ്ഫാക്ഷൻ കാണണം, ഒരു സ്മൈലും കാണണം. അത് എങ്ങനെ മാത്രമേ സാധിക്കുള്ളൂ? നമ്മൾ നന്നായിട്ട് ടേക്ക് കെയർ ചെയ്താൽ മാത്രമേ സാധിക്കുള്ളൂ. ഓക്കെ അല്ലേ? ഓക്കെ. ഡീലിംഗ് വിത്ത് അപ്സെറ്റ് കസ്റ്റമേഴ്സ്. അപ്സെറ്റ് കസ്റ്റമേഴ്സിനെ എങ്ങനെ ഡീൽ ചെയ്യാം? ലിസൺ ഫസ്റ്റ് ആൻഡ് ദെൻ ഓഫർ സൊല്യൂഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞു ആക്റ്റീവ് ലിസണർ ആയിരിക്കണം എന്ന് പറഞ്ഞു. അവർ പറയുന്നത് നമ്മൾ ലിസൺ ചെയ്യണം ആദ്യം. അല്ലാതെ അവര് വരുമ്പോഴേക്കും ഇതാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവരെ അങ്ങനെയാണ് ചെയ്യേണ്ടതല്ല. നമ്മൾ ആദ്യം ലിസൺ ചെയ്യണം അവരുടെ പ്രോബ്ലം എന്താണെന്ന്, അല്ലെ? എന്നിട്ട് വേണം സൊല്യൂഷൻ ഓഫർ ചെയ്യാനായിട്ട്. And if you can't solve the problem, ask your supervisor, superior to solve the problem, offer alternatives. നമുക്കിപ്പോ അത് പ്രോബ്ലം സോൾവ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം? സൂപ്പർവൈസർ സുപ്പീരിയർ അതിന് മുകളിലുള്ള ആളുകളെ വിളിച്ച് നമുക്ക് അവരോട് പറയാം ഈ പ്രോബ്ലം ഒന്ന് സോൾവ് ചെയ്ത് കൊടുക്കാനായിട്ട്, അല്ലേ? അതെ. റോൾ ഓഫ് ഹെൽത്ത് കെയർ റിസോഴ്സ് ഡെസ്ക്. നെക്സ്റ്റ് ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഹെൽത്ത് കെയർ റിസോഴ്സ് ഡെസ്ക് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. അവരുടെ റോൾ എന്തൊക്കെയാണ്? ഗ്രീറ്റ് ദ കോളർ വിത്ത് എ പോസിറ്റീവ് അപ്രോച്ചിങ് ആറ്റിറ്റ്യൂഡ്. എന്തൊക്കെയാണ്? ഗ്രീറ്റ് ദ കോളർ വിത്ത് എ പോസിറ്റീവ് അപ്രോച്ചിങ് ആറ്റിറ്റ്യൂഡ്. പോസിറ്റീവ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡിൽ അപ്രോച്ച് ചെയ്യണം. ആരെ? കോളറിനെ ഗ്രീറ്റ് ചെയ്യുമ്പോഴും അങ്ങനെയായിരിക്കണം, അല്ലേ? Then respond instantly to their queries. അവരുടെ സംശയങ്ങൾ, അന്വേഷണങ്ങൾക്കൊക്കെ നമ്മൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം? ഇൻസ്റ്റന്റ്ലി. ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്തെങ്കിലും ചോദിച്ചാൽ പറയേണ്ടത്? ഇൻസ്റ്റന്റ് ആയിട്ട് പറയണം, അല്ലേ? ഒരു ഡോക്ടർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എന്ത് പറയണം? ഇൻസ്റ്റന്റ് ആയിട്ട് ചെക്ക് ചെയ്തിട്ട് പറയാൻ കഴിയണം. Then know the number of departments of the hospital. ഹോസ്പിറ്റലിൽ പലതരം ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു, അല്ലേ? അതിന്റെ നമ്പേഴ്സ് അറിഞ്ഞിരിക്കണം. Then നെക്സ്റ്റ് എന്താണ്? Have a list of doctors and employees along with their numbers. ഒരു ഡോക്ടറിന്റെ നമ്പർ അല്ലെങ്കിൽ ഒരു എംപ്ലോയിയുടെ നമ്പർ ഒക്കെ നമ്മൾ എൻക്വയറി ചെയ്യുമ്പോൾ എന്തായിരിക്കണം? അവരുടെ ഹാവ് എ ലിസ്റ്റ് ഓഫ് ഡോക്ടേഴ്സ് ആൻഡ് എംപ്ലോയീസ് അലോങ് വിത്ത് ദെയർ നമ്പേഴ്സ്. ഒരു ലിസ്റ്റ് തന്നെ ഉണ്ടായിരിക്കണം, അല്ലെ? അതിന്റെ നെക്സ്റ്റ് എന്താണ്? Should never be not while receiving a call. അരഗന്റ് ആയിരിക്കരുത്, അഹങ്കാരത്തോടെ. അപ്പൊ എങ്ങനെയായിരിക്കണം നമ്മൾ കോൾ റിസീവ് ചെയ്യുമ്പോൾ സംസാരിക്കേണ്ടത്? നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഫോൺ എറ്റിക്കേറ്റില് കാം ആൻഡ് പൊളൈറ്റ് ആയിരിക്കണം, അല്ലേ? haughty means arrogant. Okay. Then optimizes patient satisfaction, provided time and treatment room utilization by scheduling appointments in person or by telephone. എന്ന് പറഞ്ഞാൽ എന്താ? നേരിട്ടോ അല്ലെങ്കിൽ ഫോണിലൂടെയോ എല്ലാം വരുന്ന അപ്പോയിന്റ്മെന്റ്സിനെല്ലാം ഒപ്റ്റിമൈസ് ചെയ്യുക. ഇതൊക്കെ വന്നു ചേരുന്ന സ്ഥലം എവിടെയാണ്? ഹെൽത്ത് കെയർ ഡെസ്കിലാണ്. Got it? Yes. നമുക്ക് ഒന്നുകൂടി നോക്കാം. റോൾ ഓഫ് ഹെൽത്ത് കെയർ റിസോഴ്സ് ഡെസ്ക്. ഗ്രീറ്റ് ദ കോളർ വിത്ത് എ പോസിറ്റീവ് അപ്രോച്ചിങ് ആറ്റിറ്റ്യൂഡ്. റെസ്പോണ്ട് ഇൻസ്റ്റന്റ്ലി ടു ദെയർ ക്വയറീസ്. അവരുടെ അന്വേഷണങ്ങൾക്ക് നമ്മൾ ഇൻസ്റ്റന്റ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യണം. പിന്നെ ഗ്രീറ്റ് ദ കോളർ വിത്ത് എ പോസിറ്റീവ് അപ്രോച്ചിങ് ആറ്റിറ്റ്യൂഡ്. നമ്മൾ ഫോൺ എടുക്കുമ്പോൾ ഗ്രീറ്റ് ചെയ്യണം അവരല്ലേ? എങ്ങനെയായിരിക്കണം? പോസിറ്റീവ് അപ്രോച്ചിലായിരിക്കണം, ആറ്റിറ്റ്യൂഡിലായിരിക്കണം അപ്രോച്ച് ചെയ്യേണ്ടത്. ദെൻ നോ ദ നമ്പർ ഓഫ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ദ ഹോസ്പിറ്റലിലെ പലതരം ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു, അവരുടെ നമ്പർ അറിഞ്ഞിരിക്കണം. ഹാവ് എ ലിസ്റ്റ് ഓഫ് ഡോക്ടേഴ്സ് ആൻഡ് എംപ്ലോയീസ് അലോങ് വിത്ത് ദെയർ നമ്പേഴ്സ്. ഡോക്ടേഴ്സിന്റെയും എംപ്ലോയീസിന്റെ ഒക്കെ ലിസ്റ്റ് തന്നെ അവരുടെ കയ്യിലുണ്ടായിരിക്കണം. ദെൻ ഷുഡ് നെവർ ബി ഹോട്ടി വൈൽ റിസീവിംഗ് എ കോൾ. ഒരു കോൾ റിസീവ് ചെയ്യുമ്പോൾ ഒരിക്കലും എങ്ങനെയായിരിക്കരുത്? ഹോട്ടി ആയിരിക്കരുത്. Optimizes patient satisfaction, provided time and treatment room utilization by scheduling appointments in person or by telephone. ടെലിഫോണിലൂടെയോ അല്ലെങ്കിൽ നേരിട്ടോ എടുക്കുന്ന അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ എല്ലാം വന്നു ചേരുന്ന സ്ഥലം ഒപ്റ്റിമൈസ് ചെയ്യുന്നത് ഇവരുടെ ഡ്യൂട്ടിയാണ്. ഓക്കെ അല്ലേ അത്? ഓക്കെ. നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് ആണ് റോൾ ഓഫ് ഹെൽത്ത് ചെക്ക് ഡിപ്പാർട്ട്മെന്റ്. റോൾ ഓഫ് ഹെൽത്ത് ചെക്ക് ഡെസ്ക്. ഓക്കെ, അപ്പൊ എന്താണത്? റോൾ ഓഫ് ചെക്ക് ഡെസ്ക്.
പ്രൊവൈഡ് അസിസ്റ്റൻസ് ആൻഡ് ഫെസിലിറ്റേറ്റ് കസ്റ്റമർ. ഒരു കസ്റ്റമർ വന്നാല് അവര് സഹായം കൊടുക്കണം അല്ലെ, ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? ഹെൽത്ത് ഡെസ്ക്. ഹാൻഡ്ലിംഗ് കോർപ്പറേറ്റ് വാക്ക് ഇൻ എൻക്വയറീസ്, അന്വേഷണങ്ങൾ നടത്തണം അല്ലേ. അതെ. അപ്പോയിന്റ്മെന്റ് ആൻഡ് ഷെഡ്യൂളിംഗ് ഓഫ് ഹെൽത്ത് ചെക്കപ്പ്. കോർഡിനേറ്റിംഗ് വിത്ത് കൺസേൺ ഡിപ്പാർട്ട്മെന്റ്. ഡിസ്പാച്ച് ഓഫ് റിപ്പോർട്ട് ആഫ്റ്റർ ഹെൽത്ത് ചെക്കപ്പ്. ഈ ആഫ്റ്റർ ഹെൽത്ത് ചെക്കപ്പ്, നമ്മുടെ ചെക്കപ്പ് കഴിഞ്ഞിട്ട് നമ്മൾ അതിന്റെ ആഫ്റ്റർ ഇല്ലേ റിപ്പോർട്ടൊക്കെ നമ്മൾ ഡിസ്പാച്ച് ചെയ്യുന്നത് ആരാണ്? ഹെൽത്ത് ഡെസ്ക്. അപ്പൊ എന്തൊക്കെയാണ്? പ്രൊവൈഡ് അസിസ്റ്റൻസ് ആൻഡ് ഫെസിലിറ്റേറ്റ് കസ്റ്റമർ. കസ്റ്റമറിന് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഫെസിലിറ്റീസ് ഒക്കെ കൊടുക്കുക. ദെൻ അസിസ്റ്റന്റ് ചെയ്യുക, അവരെ ഹെൽപ്പ് ചെയ്യുന്നതൊക്കെ ഇവരാണ്. ദെൻ ഹാൻഡ്ലിംഗ് കോർപ്പറേറ്റ് വാക്ക് ഇൻ എൻക്വയറീസ്, അന്വേഷണങ്ങൾ നടത്തുക അല്ലെ. അപ്പോയിന്റ്മെന്റ് ആൻഡ് ഷെഡ്യൂളിംഗ് ഓഫ് ഹെൽത്ത് ചെക്കപ്പ്. ഹെൽത്ത് ചെക്കപ്പിന് വേണ്ട അപ്പോയിന്റ്മെന്റ് ഒക്കെ ഷെഡ്യൂൾ ചെയ്യുന്നത് ആരാണ്? ഈ ഡിപ്പാർട്ട്മെന്റ് ആണ്. നെക്സ്റ്റ് എന്താണ്? കോർഡിനേറ്റിംഗ് വിത്ത് കൺസേൺ ഡിപ്പാർട്ട്മെന്റ്. എല്ലാ ഡിപ്പാർട്ട്മെന്റിനെയും കോർഡിനേറ്റ് ചെയ്യുക കൺസേൺ ഡിപ്പാർട്ട്മെന്റിന്. ഓക്കെ. ഡിസ്പാച്ച് ഓഫ് റിപ്പോർട്ട് ആഫ്റ്റർ ഹെൽത്ത് ചെക്കപ്പ്. ഹെൽത്ത് ചെക്കപ്പിന് ശേഷമുള്ള ആഫ്റ്റർ റിപ്പോർട്ട് ഡിസ്പാച്ച് ചെയ്യുന്നത് ആരാണ്? റിപ്പോർട്ടൊക്കെ അയക്കുന്നത് ആരായിരിക്കാം? ഹെൽത്ത് ചെക്ക് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് ടോപ്പിക് റിപ്പോർട്ട് ഡിസ്പാച്ച് ഡെസ്ക്. എന്താണ് റിപ്പോർട്ട് ഡിസ്പാച്ച് ഡെസ്ക് എന്ന് പറഞ്ഞാൽ? എന്താണ് നമ്മൾ പറഞ്ഞു, റിപ്പോർട്ടൊക്കെ ഡിസ്പാച്ച് ചെയ്യുന്ന ഡെസ്കും കൂടി ഉണ്ട്. നമ്മള് ഒരു ഹെൽത്ത് ചെക്കപ്പ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ വരുന്ന റിപ്പോർട്ടൊക്കെ അത് അവർക്ക് അയച്ചു കൊടുക്കണം അല്ലെ. അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അപ്പൊ അവരെന്തൊക്കെയാ അവരുടെ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്? സ്റ്റോറേജ് ഓഫ് റിപ്പോർട്ട്സ് റിസീവ്ഡ് ഫ്രം വേരിയസ് ഡിപ്പാർട്ട്മെന്റ്സ്. പലതരം ഡിപ്പാർട്ട്മെന്റ്സിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകളെ സ്റ്റോറേജ് ചെയ്യുക അല്ലെ. അത് സൂക്ഷിക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? റിപ്പോർട്ട് ഡിസ്പാച്ച് ഡെസ്കിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. Then provides reports on the time to the client. ക്ലയന്റിന് ഓൺ ദ ടൈമിൽ, അവർ പറയുന്ന ടൈമിൽ പ്രൊവൈഡ് ചെയ്യണം റിപ്പോർട്ട്സ്. On the time to the client. Then maintaining record of the reports received and handover. റിപ്പോർട്ട്സ് കയ്യിൽ കിട്ടുമ്പോഴും അത് ഹാൻഡ് ഓവർ ചെയ്യുമ്പോഴും എന്തെന്ന് റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യണം, റെക്കോർഡ് സൂക്ഷിക്കണം അല്ലേ. അതെ. രമ്യ കേൾക്കാം. അപ്പൊ എന്താണ് റിപ്പോർട്ട് ഡിസ്പാച്ച് ഡെസ്ക്? അവരുടെ ഡ്യൂട്ടീസ് എന്താണ്? സ്റ്റോറേജ് റിപ്പോർട്ട്. പറഞ്ഞു, റീഡ് ചെയ്തോളൂ. ഫ്രം വേരിയസ് ഡിപ്പാർട്ട്മെന്റ്. വേരിയസ് ഡിപ്പാർട്ട്മെന്റ്. Provide reports on the time to the client. അതെ, ആ ടൈമിൽ നമുക്ക് റിപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യാൻ കഴിയണം. Then maintain records of the reports received and handover ചെയ്യുമ്പോഴും റിസീവ് ചെയ്യുമ്പോഴും നമ്മൾ അതിന്റെ ഒരു റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ അല്ലേ? ഓക്കെ. ടൈമിംഗ്, സമയത്തെ കുറിച്ചാണ് പറയുന്നത്. എങ്ങനെയാണ് ഫ്രണ്ട് ഓഫീസിന്റെ ടൈം? എങ്ങനെയാണ്? 24 hours ആണല്ലേ. നമ്മൾ എപ്പോ വിളിച്ചാലും അവർ അവൈലബിൾ ആയിരിക്കണം അല്ലേ. അവരുടെ ജോലി എങ്ങനെയാണ്? സ്റ്റാഫ് വർക്ക്സ് ഇൻ 3 ഷിഫ്റ്റ്, 3 ഷിഫ്റ്റിലായിരിക്കും അവര് വർക്ക് ചെയ്യുന്നുണ്ടാവുന്നത് അല്ലെ. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തായിരുന്നു. നമ്മൾ രാവിലെ പോകുന്ന ആളായിരിക്കില്ല രാത്രി ചെല്ലുമ്പോൾ കാണുന്ന ഫ്രണ്ട് ഓഫീസിൽ ഉണ്ടായിരിക്കുന്ന സ്റ്റാഫ്. അതിൽ അവർക്ക് 3 ഷിഫ്റ്റ് ആണുള്ളത്. അപ്പൊ 24 hours വർക്ക് അവൈലബിൾ ആണ് അവര്. ദെൻ 3 ഷിഫ്റ്റ് ഉണ്ട് അവർക്ക്. ഓക്കെ അല്ലേ? ഓക്കെ. Then hospital front desk executive or hospital receptionist. നമ്മൾ നേരത്തെ ആദ്യത്തെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഫ്രണ്ട് ഓഫീസ് പഠിച്ചപ്പോൾ റിസപ്ഷനിസ്റ്റിനെ മെൻഷൻ ചെയ്തായിരുന്നു. ഓർക്കുന്നുണ്ടോ? അപ്പൊ എന്താണ്? A hospital front office executive is a person who works in the hospital front office and manage various tasks. ഹോസ്പിറ്റൽ ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ് എവിടെയാണ്? ഹോസ്പിറ്റൽ ഫ്രണ്ട് ഓഫീസ് മാനേജ് വേരിയസ് ടാസ്ക്, പലതരം ടാസ്കുകൾ ചെയ്യുന്ന എവിടെയാണ്? ഫ്രണ്ട് ഓഫീസിൽ ഇരിക്കുന്ന സ്റ്റാഫ് ആണ് അല്ലേ. He or she is responsible for basic clerical tasks such as answering phones, getting patient and visitors, and scheduling appointments in a professional and timely manner. നമ്മൾ ഇതൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫോൺസ് ഒക്കെ നമ്മൾ ഫോൺ ചെയ്യുമ്പോൾ ആൻസർ ചെയ്യുന്ന ആരാണ്? ഫ്രണ്ട് ഓഫീസ് റിസപ്ഷനിസ്റ്റ് ആണ് അല്ലേ.
പിന്നെ എന്താണ് അവര് ചെയ്യുന്നത്? നെക്സ്റ്റ് എന്താണ്? അപ്പോയിന്റ്മെന്റ്സ് ഷെഡ്യൂൾ ചെയ്യുന്നത് അല്ലേ? ആൻസറിങ് ഫോൺസ്, ദെൻ ഷെഡ്യൂളിംഗ് അപ്പോയിന്റ്മെന്റ്സ്. നമ്മൾ വേറെ കുറച്ച് കാര്യങ്ങൾ ഇന്ന് ഡിസ്കസ് ചെയ്തായിരുന്നു. ഒന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ഡ്യൂട്ടീസ് ഉണ്ട് അവർക്ക്. പിന്നെ പേഷ്യൻസും വിസിറ്റേഴ്സ് ഒക്കെ വരുമ്പോൾ അവരെ ഗ്രീറ്റ് ചെയ്യുന്നത് ആരാണ്? ഫ്രണ്ട് ഓഫീസ്. നമ്മുടെ ഫ്രണ്ട് ഓഫീസിലാണ് ഫസ്റ്റ് തന്നെ ചെല്ലുന്നത് ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ അല്ലേ? അതെ. Most medical receptionists work in a physician's office, dentist office, a hospital or another medical facility. Medical receptionist works in a physician ഓഫീസിലായിരിക്കാം, ഡെന്റിസ്റ്റിന്റെ ഓഫീസിലുണ്ട്, അല്ലെങ്കിൽ ഹോസ്പിറ്റലിലായിരിക്കാം. Smaller offices, medical receptionists will be responsible for both administrative and clinical duties. ചെറിയ മെഡിക്കൽ സ്മോൾ ഓഫീസ്, ചെറിയ ഓഫീസുകളിലൊക്കെ അവർക്ക് ബോത്ത് ഡ്യൂട്ടീസ് ഉണ്ട്. ഏതൊക്കെയാണ്? അഡ്മിനിസ്ട്രേറ്റീവ് ഡ്യൂട്ടീസും ഉണ്ട്, ക്ലിനിക്കൽ ഡ്യൂട്ടീസും ഉണ്ട്. In large offices, they may only be responsible for administrative or clerical duties. The position is referred to as a medical office assistant, medical assistant, receptionist, or healthcare administrative profession. അവരുടെ പൊസിഷൻ എങ്ങനെയൊക്കെ അറിയപ്പെടുന്നത്? മെഡിക്കൽ ഓഫീസ് അസിസ്റ്റന്റ് എന്നും, മെഡിക്കൽ അസിസ്റ്റന്റ് അല്ലെങ്കിൽ റിസപ്ഷനിസ്റ്റ്, അല്ലെങ്കിൽ എന്താണ്? ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊഫഷൻ. അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊഫഷൻ. ഇതൊക്കെയാണ് അവരുടെ പൊസിഷൻ അറിയപ്പെടുന്നത്. അത് ഓക്കെ ആണോ? നെക്സ്റ്റ് എന്താണ്? മെയിൻ ജോബ്, ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. അവരുടെ മെയിൻ ഡ്യൂട്ടീസ് എന്താണ്, അല്ലെങ്കിൽ അവരുടെ ഉത്തരവാദിത്തങ്ങൾ, റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ എന്തൊക്കെയാണ്? Welcome and greets all patients and visitors personally or over the phone. നേരിട്ട് വരുന്നവരെ അല്ലെങ്കിൽ ഫോണിലൂടെ ആയിരിക്കാം. അവരെല്ലാം എന്ത് ചെയ്യണം? പേഷ്യൻസിനെ വെൽക്കംസ് ആയിട്ട് ഗ്രീറ്റ് ചെയ്യുന്നത് ആരാണ്? റിസപ്ഷനിസ്റ്റ്. റിസപ്ഷനിസ്റ്റിന്റെ മെയിൻ ഡ്യൂട്ടീസ് ആണ്, അവരുടെ റെസ്പോൺസിബിലിറ്റീസ് ആണിത്. Then next എന്താണ്? The receptionist, even if you can't verbally greet a patient, even if you can't verbally greet the patient, getting eye contact with them lets them know you are aware of their presence and will get to them as soon as possible. ഇപ്പൊ നമുക്ക് തിരക്കിലാണെങ്കിൽ നമുക്ക് ഗുഡ് മോർണിംഗ് എന്ന് പറയാൻ കഴിഞ്ഞില്ലെങ്കിലും അവിടെ നമ്മുടെ ഐ കോണ്ടാക്ട് കൊണ്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയണം അല്ലെ? നമ്മളിപ്പോ പോസിബിൾ ആകും. ഇപ്പൊ തന്നെ നിങ്ങളുടെ പ്രസൻസ് അല്ലെ, നമ്മുടെ പ്രസൻസ് അവർക്ക് ലഭിക്കുമെന്ന് നമ്മള് എന്ത് ചെയ്യണം? ഐ കോണ്ടാക്ട് വെച്ചെങ്കിലും നമ്മള് അത് അറിയിക്കണം. ലെറ്റ് ദം നോ. എന്താണ്? To enquiries by patients, prospective patients and visitors in a courteous manner. അതായത് എന്തൊക്കെയാണ്? റെസ്പോണ്ട് ടു എൻക്വയറീസ് ബൈ പേഷ്യൻസ്, പേഷ്യൻസിന്റെ എൻക്വയറീസ് റെസ്പോണ്ട് ചെയ്യണം. പിന്നെ പ്രോസ്പെക്റ്റീവ് പേഷ്യൻസ്, ഇപ്പൊ അവിടെയുള്ള പേഷ്യൻസ് മാത്രമാണോ? വരാൻ ചാൻസ് ഉണ്ട് അല്ലെ? വേറെ പേഷ്യൻസ് വരാനുണ്ട്, അവരോടും അതേപോലെ തന്നെ നമ്മൾ പെരുമാറണം. ആൻഡ് വിസിറ്റേഴ്സിന്റെ courteous manner, എങ്ങനെയായിരിക്കണം? courteous, മര്യാദയോടുകൂടി പൊളൈറ്റ് ആയിട്ട് നമ്മൾ അവരോട് റെസ്പോണ്ട് ചെയ്യണം. നെക്സ്റ്റ് എന്താണ്? Register new patient according to established protocols. Register new patients according to established protocols. Protocol അനുസരിച്ച് new patient register. New patient നമ്മൾ രജിസ്റ്റർ ചെയ്യണം അല്ലേ? Register new patients and update existing patient demographics by collecting detailed patient information that includes personal and financial information. എന്താണത്? ന്യൂ പേഷ്യൻസിന്റെ ഇൻഫർമേഷൻസിലെ പേഴ്സണലും പിന്നെ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ് ഒക്കെ. ന്യൂ പേഷ്യന്റ് രജിസ്റ്റർ ചെയ്യുന്നത് എന്തൊക്കെയാണ്? അവരുടെ പേഴ്സണൽ ഡീറ്റെയിൽസും ഫിനാൻഷ്യൽ ഡീറ്റെയിൽസും അവർ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ രജിസ്റ്റർ ചെയ്യണം അല്ലെ? നമ്മൾ പറയാം അവർ നമ്മുടെ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ രജിസ്റ്റർ ചെയ്യണം അല്ലേ? എക്സിസ്റ്റിംഗ് പേഷ്യന്റിന്റെ എന്താണ്? അവരുടെ എക്സിസ്റ്റിംഗ് നിലവിലുള്ള പേഷ്യന്റിന്റെ നമ്പർ അറിഞ്ഞിരിക്കണം അല്ലേ? എത്ര പേഷ്യന്റ് ഉണ്ട് അല്ലെ? പുതിയ പേഷ്യൻസ് വന്ന് അവർ രജിസ്റ്റർ ചെയ്യണം. അതിനുവേണ്ട നമ്മുടെ പേഴ്സണൽ ഡാറ്റാസ് നമുക്ക് ലഭിച്ചിരിക്കണം. ഓക്കെ അല്ലേ? നെക്സ്റ്റ് എന്താണ്? Assist patient to complete all necessary form and documentation including medical insurance. Assist patients to complete all necessary forms and documentation including medical insurance. അവരെ നമ്മൾ ഹെൽപ്പ് ചെയ്യണം പേഷ്യൻസിനെ. എന്തെന്ന്? കംപ്ലീറ്റ് നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഫോംസ് ഒക്കെ നമുക്ക് ഫിൽ ചെയ്യാനുണ്ട് അല്ലേ? ഫോംസും ഡോക്യുമെന്റേഷൻ ഒക്കെ ഫോംസ് ആൻഡ് ഡോക്യുമെന്റേഷൻ ഒക്കെ
മെഡിക്കൽ ഇൻഷുറൻസിനെ ബന്ധപ്പെട്ട ഫോംസ് ഒക്കെ നമുക്ക് ഫില്ല് ചെയ്യാനുണ്ടാവും. അപ്പൊ നമ്മൾ അവരെ അസിസ്റ്റ് ചെയ്യണം, നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യണം. നെക്സ്റ്റ് എന്താണ്? Ensure patient to complete all necessary forms and documentation, including medical insurance. Patients to complete all necessary forms and documentation, including medical insurance. നമ്മൾ ഉറപ്പുവരുത്തണം അല്ല അവരെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, ആ ഫോംസ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട് നമ്മൾ എൻഷുർ ചെയ്യണം. വേണ്ടേ? നെക്സ്റ്റ് എന്താണ്? Ensure patient information is accurate, including billing information. Ensure patient information is accurate, including billing information. പേഷ്യൻസ് നൽകുന്ന വിവരങ്ങളൊക്കെ ആക്യുറേറ്റ് ആണെന്ന് ഉറപ്പുവരുത്തണം. ആക്യുറേറ്റ് ആണെന്ന് അല്ലെ, കറക്റ്റ് ആണെന്ന് ഉറപ്പുവരുത്തേണ്ടത് ആരുടെ ഡ്യൂട്ടിയാണ്, ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? റിസപ്ഷനിസ്റ്റിന്റെ റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തമാണ് അല്ലെ. നെക്സ്റ്റ് എന്താണ്? Inform patients of medical office procedure and policy. One second. Ensure patients' information is completed. Next, inform patients of medical office procedures and policy. എന്ന് പറഞ്ഞാൽ എന്താണ്? പോളിസിയും പ്രൊസീജിയറൊക്കെ നടപടിക്രമങ്ങളൊക്കെ നമ്മൾ അവരെ ഇൻഫോം ചെയ്തിരിക്കണം. വേണ്ടേ? വേണം. നെക്സ്റ്റ് എന്താണ്? പേഷ്യന്റ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ മാനേജ് ചെയ്യണം. മെയിൻറ്റെയിൻ ആൻഡ് മാനേജ് പേഷ്യന്റ് റെക്കോർഡ്സ്. പേഷ്യന്റ് റെക്കോർഡ് ഉണ്ടാവും. നമ്മൾ നെക്സ്റ്റ് ടൈമിൽ നമ്മൾ ഒരു പ്രാവശ്യത്തേക്ക് മാത്രമായിട്ടാണ് ഹോസ്പിറ്റലിൽ പോകുന്നത്. ചാൻസ് ടു റിപ്പീറ്റ് അല്ലെ, നമ്മൾ പിന്നെയും പോകാൻ ചാൻസ് ഉണ്ട്, പോകും എന്തായാലും അല്ലെ. അപ്പൊ ആവശ്യത്തെ ആ സമയത്തേക്ക് വേണ്ടി നമ്മൾ റെക്കോർഡ് എല്ലാം, നമ്മുടെ പേഷ്യന്റ് റെക്കോർഡ്സ് എല്ലാം മാനേജ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ആരുടെ റെസ്പോൺസിബിലിറ്റീസ് ആണ്? റിസപ്ഷനിസ്റ്റിന്റെ ഉത്തരവാദിത്തമാണ്. റീഡ് ചെയ്തോളൂ. Move patients through appointments as scheduled. ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന പോലെ അപ്പോയിന്റ്മെന്റ് അനുസരിച്ച് പേഷ്യന്റിനെ മൂവ് ചെയ്യണം അല്ലെ. നമ്മളിപ്പോ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോ കാണാം ചിലർ ഇടയ്ക്കിടയ്ക്ക് നമ്പർ വൈസിലല്ലാതെ കയറുന്നത് അല്ലെ. അപ്പൊ നമ്മൾ പേഷ്യൻസിനെ കറക്റ്റ് സ്ഥലത്തോട്ട് മൂവ് ചെയ്യിക്കേണ്ടത് ആരാണ്? അപ്പോയിന്റ്മെന്റിന്റെ അടിസ്ഥാനത്തിൽ മൂവ് ചെയ്യിക്കേണ്ടത് ആരാണ്? റിസപ്ഷനിസ്റ്റ് ആണ്. Facilitate patient flow by notifying the നമുക്കൊന്ന് റിവൈസ് ചെയ്ത് നോക്കിയാലോ. മെയിൻറ്റെയിൻ ആൻഡ് മാനേജ് പേഷ്യന്റ് റെക്കോർഡ്സ് വരെ നമ്മൾ ഇന്ന് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം ഇത് എന്തൊക്കെ പഠിച്ചു എന്ന്. ഫസ്റ്റ് എന്തായാലും നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് എവിടെ നിന്നായിരുന്നു? വൈറ്റൽ ഫംഗ്ഷൻ ഓഫ് ദ ഫ്രണ്ട് ഓഫീസ്. ഫ്രണ്ട് ഓഫീസിന്റെ വൈറ്റൽ ഫംഗ്ഷൻ എന്തൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞത്? ടു ഐഡന്റിഫൈ ആൻഡ് അനലൈസ് കസ്റ്റമർ നീഡ്സ് ആൻഡ് പ്രോബ്ലംസ്. കസ്റ്റമർ നീഡ്സും പ്രോബ്ലംസും ഐഡന്റിഫൈ ചെയ്തിട്ട് ദെൻ അനലൈസ് ചെയ്യുക, വിശകലനം ചെയ്യുക. നെക്സ്റ്റ് എന്താണ്? Recognize the most common reason for customer complaints. Customer complaints recognize ചെയ്യണം. റീസൺ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യണം അല്ലേ. നെക്സ്റ്റ് എന്താണ്? ഡിസ്കവർ ടെക്നിക്സ് ടു കൾട്ടിവേറ്റ് ആൻഡ് മെയിൻറ്റെയിൻ സ്പെഷ്യൽ കസ്റ്റമർ റിലേഷൻഷിപ്പ്. എന്ന് പറഞ്ഞാൽ എന്താ? സ്പെഷ്യൽ കസ്റ്റമർ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ടെക്നിക്സ് ഡിസ്കവർ ചെയ്യണം, കണ്ടെത്തണം. നെക്സ്റ്റ് എന്താണ്? ടു വേ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കണം. ടു വേ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കണം. രണ്ടുപേരും പരസ്പരം സംസാരിച്ചാലാണ് നമുക്ക് പ്രോബ്ലംസ് എല്ലാം ഡിസ്കസ് ചെയ്തിട്ട് സോൾവ് ചെയ്യാൻ സാധിക്കുള്ളൂ അല്ലേ. നെക്സ്റ്റ് എന്തായിരുന്നു? സ്പെസിഫിക് പ്രോബ്ലംസ് ഇൻ യുവർ കസ്റ്റമർ സർവീസ് പ്രോഗ്രാം ആൻഡ് അപ്ലൈ ട്രീറ്റ്മെന്റ് ഐഡന്റിഫൈ ചെയ്യാം. അതെ, കസ്റ്റമർ സർവീസ് പ്രോഗ്രാമിലുള്ള പ്രോബ്ലംസിനൊക്കെ ഐഡന്റിഫൈ ചെയ്തിട്ട് എന്ത് ചെയ്യണം? അതിനുള്ള പ്രതിവിധികൾ കണ്ടെത്തണം അല്ലേ. അതെ. നെക്സ്റ്റ് പിന്നെ എന്തായിരുന്നു? ഫങ്ഷൻസ് ഓഫ് ഫ്രണ്ട് ഓഫീസ്. ഹോസ്പിറ്റലിലെ ഫ്രണ്ട് ഓഫീസിന്റെ ഫങ്ഷൻ എന്തൊക്കെയാണെന്ന്? രജിസ്ട്രേഷൻ. പേഷ്യന്റ് വരുമ്പോൾ നമ്മൾ രജിസ്റ്റർ ചെയ്യണം അല്ലേ. നെക്സ്റ്റ് എന്തായിരുന്നു? ഇൻഫോർമേഷൻ ടു ഡാറ്റ നീഡ്. രജിസ്ട്രേഷന് വേണ്ടി ഡാറ്റാസ് ഏതൊക്കെയാണ്? ഡാറ്റ നീഡഡ് ഫോർ രജിസ്ട്രേഷൻ. മെഡിക്കൽ റെക്കോർഡ്സ്.
പേഴ്സണൽ ഡാറ്റ ഏതൊക്കെയാണ്? നെയിം, അഡ്രസ്, ഫോൺ നമ്പർ, ഇത്രയും നമ്മൾ കൊടുക്കണം അല്ലേ? അപ്പോഴാണ് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ. ഇൻഫോർമേഷൻ ടു ദ ഗസ്റ്റ് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം? എന്തൊക്കെ ഇൻഫോർമേഷൻ ഷെയർ ചെയ്യണം? Tariff, senior citizen club, other packages, other investigation, laboratory diagnosis, emergency. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഇൻഷുറൻസ് പോളിസി സ്കീമൊക്കെ അതിലാണ് വരുന്നത് അല്ലേ? അതെ. ക്യാഷ് കളക്ഷൻ എങ്ങനെയായിരിക്കണം? രജിസ്റ്റേർഡ് ഡേയില് എൻഡ് ഓഫ് ദി ഡേയില് ക്യാഷ് ക്ലോസ് ചെയ്യണം. പിന്നെ അതർ പേഴ്സൺസ് ഹാൻഡ് ഓവർ ചെയ്യുമ്പോഴേക്കും വരുമ്പോഴേക്കും നമ്മളത് ക്ലോസ് ചെയ്യണം. നെക്സ്റ്റ് എന്തായിരുന്നു? ഇൻഫർമേഷൻ ആൻഡ് എൻക്വയറി ഹാൻഡ്ലിംഗ് എന്തായിരുന്നു? ഫ്രണ്ട്ലി ആൻഡ് courteous ആയിട്ട്, ഫ്രണ്ട്ലി ആൻഡ് courteous ആയിരിക്കണം, മര്യാദയോടുകൂടി പൊളൈറ്റ് ആയിട്ട് സംസാരിക്കണം. ദെൻ പ്രാക്ടീസ് പ്ലീസ്, താങ്ക് യു. എക്സ്പ്ലെയിൻ പേഷ്യന്റ്ലി. എങ്ങനെയാണത്? എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം? എന്തെങ്കിലും ഒരു കാര്യം, ഒരു പ്രോബ്ലം പറയുമ്പോ എങ്ങനെയായിരിക്കണം നമ്മളത് സോൾവ് ചെയ്യേണ്ടത്? പേഷ്യന്റ്ലി ആയിരിക്കണം അല്ലേ? ക്ഷമയോടുകൂടി വേണം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനായിട്ട്. നെക്സ്റ്റ് എന്താണ്? അക്കോമഡേറ്റ് ദ അതർ വ്യൂ പോയിന്റ്. മറ്റുള്ള വ്യൂ പോയിന്റ്സ് നമ്മൾ അക്കോമഡേറ്റ്, നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം അല്ലേ? അലോ ക്രിറ്റിസിസം. ക്രിറ്റിസിസം ചെയ്യാനായിട്ട് അനുവദിക്കണം, അലോ ചെയ്യണം. റിപ്പോർട്ട് മേക്കിംഗ്. എന്തൊക്കെ റിപ്പോർട്ടാണ് മേക്ക് ചെയ്യുന്നത് അവര്? റിപ്പോർട്ട്, അതർ റിപ്പോർട്ട്സ്. അതർ റിപ്പോർട്ടിൽ ഏതൊക്കെ വരാം? പേയ്മെന്റ്, ഡിസ്ചാർജ് റിപ്പോർട്ടുകൾ, അതൊക്കെ വരുന്നത് റിപ്പോർട്ട് മേക്കിംഗ്. ഡു യു നോ വൈ കസ്റ്റമർ ലീവ് ചെയ്യുന്നത് എന്തുകൊണ്ടൊക്കെ ആയിരിക്കാം? മോസ്റ്റ് ഇമ്പോർട്ടന്റ് എന്തായിരുന്നു? മോസ്റ്റ് ഇമ്പോർട്ടന്റ് റീസൺ റൂഡ് ആൻഡ് ഡിസ്കർട്ടിയസ് ബിഹേവിയർ. എങ്ങനെയായിരുന്നു? 68% ആണ് ലീവ് ബിക്കോസ് ഓഫ് റൂഡ് ഓഫ് ഡിസ്കർട്ടിയസ് സർവീസ്. മോശം പെരുമാറ്റത്തിലൂടെയാണ് 68% കസ്റ്റമറും ലീവ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? കസ്റ്റമർ വാണ്ട്സ് യു ടു, നിങ്ങളിൽ നിന്ന് എന്തൊക്കെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു കസ്റ്റമർ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഫ്രണ്ട് ഓഫീസിൽ വരുമ്പോ? ഗ്രീറ്റ്, വാല്യൂ, ഹെൽപ്പ്, ലിസൺ. വാല്യൂ കൊടുക്കണം, ഗ്രീറ്റ് ചെയ്യണം, ഹെൽപ്പ് ചെയ്യാനുള്ള മെന്റാലിറ്റി ഉണ്ടായിരിക്കണം അല്ലേ? ലിസൺ ചെയ്യണം. ആക്റ്റീവ് ലിസണർ ആയിരിക്കണം. നമ്മൾ പറയുന്ന കാര്യങ്ങൾ ആക്റ്റീവായിട്ട് ലിസൺ ചെയ്യാൻ കേപ്പബിൾ ആയിരിക്കണം. ദെൻ ഇൻവൈറ്റ് ബാക്ക്. ഏരിയാസ് കമ്മിങ് അണ്ടർ ഫ്രണ്ട് ഓഫീസ് ഓർ ഔട്ട് പേഷ്യന്റ് ഏരിയ, OPD. OPD എന്താണ്? ഔട്ട് പേഷ്യന്റ് ഏരിയ. ഏതൊക്കെയാണ് അതിൽ വരുന്നത്? മെയിൻ റിസപ്ഷൻ, കൺസൾട്ടേഷൻ, ദെൻ കൺസൾട്ടേഷൻ റൂമിലോട്ടാണ് ചെല്ലുന്നത്. ദെൻ ലാസ്റ്റ് ഡയഗ്നോസിസ്. എന്താണ് ഔട്ട് പേഷ്യന്റ് ഏരിയ എന്ന് പറഞ്ഞാല്? കൺസൾട്ടേഷന് വേണ്ടി മാത്രം വരുന്നത്. അതെ, കൺസൾട്ടേഷന് വേണ്ടി മാത്രം വരുന്ന പേഷ്യൻസ് ആണ് ഔട്ട് പേഷ്യന്റ് ഏരിയ. അണ്ടർസ്റ്റാൻഡ് ദി ചാലഞ്ചസ് ഫേസ്ഡ് ബൈ ഫ്രണ്ട് ഡെസ്ക് സ്റ്റാഫ്. അവർ ഫേസ് ചെയ്യുന്ന ചാലഞ്ചസ് ഒക്കെ എന്തൊക്കെയായിരിക്കാം? മാനേജിങ് പേഷ്യന്റ് ഇമോഷൻസ്. പേഷ്യന്റ് ഇമോഷൻസിനെ മാനേജ് ചെയ്യണം. പലതരം ഇമോഷൻസ് ആയിട്ടാണ് പേഷ്യൻസ് അവിടെ വരുന്നത് നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ? അപ്പൊ അതൊക്കെ മാനേജ് ചെയ്യേണ്ടത് ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് ആണ്. ദെൻ കോൾ വോളിയം ആൻഡ് ഫോൺ എറ്റിക്വറ്റ് മെയിൻറ്റെയിൻ ചെയ്യണം, ഹാൻഡിൽ ചെയ്യണം. അതെ. പിന്നെ ദെൻ കോള് ഹാൻഡിൽ ചെയ്യണം. പിന്നെന്താണ്? ഫോൺ എറ്റിക്വറ്റ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം അല്ലെ? ഫോണിലൂടെയുള്ള മര്യാദകൾ നമ്മൾ പാലിക്കണം. ദെൻ മാനേജിങ് പേഷ്യന്റ് വെയിറ്റ് ടൈംസ്, പേഷ്യന്റ് ഫ്ലോ. പേഷ്യന്റിന് വെയിറ്റ് ടൈം, എത്ര സമയം വെയിറ്റ് ചെയ്യണം, അടുത്ത പേഷ്യന്റ് വരുന്നതൊക്കെ മാനേജ് ചെയ്യേണ്ടത് ആരാണ്? ഫ്രണ്ട് ഓഫീസ്. പേഷ്യന്റ് ഫ്ലോ അതൊക്കെ മാനേജ് ചെയ്യേണ്ടത് ആരാണ്? ഫ്രണ്ട് ഓഫീസ്. അതൊക്കെ അവർ ഫേസ് ചെയ്യുന്ന വലിയ ചാലഞ്ചസ് ആണല്ലേ? ചില സമയത്ത് തിരക്കുണ്ടാവും ഹോസ്പിറ്റലുകളിൽ അല്ലേ? കംപ്ലൈന്റ്, പരാതി പരിഹാരങ്ങള്. മെയിൻ ഗോൾ എന്താണ് അവരുടെ? Each patient leave with a smile on satisfaction on their face. അതെ, ഒരു ഹോസ്പിറ്റലിൽ വന്ന പേഷ്യന്റ് എങ്ങനെയായിരിക്കണം തിരിച്ചു പോവേണ്ടത്? Keep with a smile, സാറ്റിസ്ഫൈഡ് ആയിട്ടായിരിക്കണം അവർ തിരിച്ചു പോകേണ്ടത്. അതിന് ഹെൽപ്പ് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നന്നായിട്ട് അവരെ ടേക്ക് കെയർ ചെയ്യണം അല്ലേ? അതെ. ഡീലിംഗ് വിത്ത് അപ്സെറ്റ് കസ്റ്റമേഴ്സിനെ എങ്ങനെയാ ഡീൽ ചെയ്യേണ്ടത്? Listen first and then offer solution. ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്?
നമ്മൾ ലിസൺ ചെയ്യണം, പിന്നെ ലിസൺ ചെയ്യണം, അവരുടെ പ്രോബ്ലം എന്താണെന്ന് നമ്മൾ ലിസൺ ചെയ്യണം, എന്നിട്ടാണ് സൊല്യൂഷൻ ഓഫർ ചെയ്യേണ്ടത്. ദെൻ നെക്സ്റ്റ് എന്താണ്? പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ സൂപ്പർവൈസറോ സുപ്പീരിയറോട് ചോദിക്കണം ആൻഡ് സോൾവ് ചെയ്യണം. അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത പ്രോബ്ലം ആണ്, സോൾവ് ചെയ്യാൻ പറ്റാത്ത പ്രോബ്ലം ആണെങ്കിൽ അവരുടെ സുപ്പീരിയറിനെ വിളിക്കണം അല്ലേ? നെക്സ്റ്റ് എന്താണ്? റോൾ ഓഫ് ഹെൽത്ത് കെയർ റിസോഴ്സ് ഡെസ്ക്. അടുത്ത ഡിപ്പാർട്ട്മെന്റ് ആണ്, അടുത്ത ഡെസ്ക് ആണ് എന്തെന്ന്? റോൾ ഓഫ് ഹെൽത്ത് കെയർ റിസോഴ്സ് ഡെസ്ക്. അവരുടെ ഡ്യൂട്ടീസ് എന്താണ്? കോളേഴ്സിന് പോസിറ്റീവ് അപ്രോച്ചോട് ആറ്റിറ്റ്യൂഡ് കൂടി ഗ്രീറ്റ് ചെയ്യണം. കോൾ ചെയ്യുമ്പോൾ നേരിട്ടായാലും ത്രൂ ഫോണിലൂടെ ആയാലും നമ്മൾ എന്ത് ചെയ്യണം? പോസിറ്റീവ് അപ്രോച്ചോട് കൂടി പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിലൂടെ അപ്രോച്ച് ചെയ്യണം അവരെ അല്ലെ? അവരെ ഗ്രീറ്റ് ചെയ്യേണ്ടത് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആയിട്ടായിരിക്കണം അല്ലെ? ദെൻ പിന്നെന്താണ്? ഇവരുടെ എൻക്വയറീസിനൊക്കെ ഇൻസ്റ്റന്റ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യണം. ഇൻസ്റ്റന്റ്ലി റെസ്പോണ്ട് ചെയ്യണം അല്ലെ? പെട്ടെന്ന് തന്നെ റെസ്പോണ്ട് ചെയ്യണം. ദെൻ നോ ദ നമ്പർ ഓഫ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റുകളുടെ നമ്പറിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. പലതരം ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് അല്ലെ? പിന്നെന്താണ്? എംപ്ലോയീസിന്റെയും അടുത്ത ഡോക്ടേഴ്സിന്റെ ഒക്കെ ഉണ്ടായിരിക്കണം അവരുടെ കയ്യിൽ. ഡോക്ടേഴ്സിന്റെയും എംപ്ലോയീസിന്റെയും അലോങ് വിത്ത് ദെയർ നമ്പേഴ്സ്, നമ്പർ കൂടി ഉൾപ്പെടുന്ന ഒരു ലിസ്റ്റ് അവരുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. should never host OT while receiving a call. ഒരു കോൾ റിസീവ് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കണം നമ്മള്? Calm and quiet. അങ്ങനെ ആയിരിക്കണം അല്ലെ? അരകന്റ് ആവാൻ പാടില്ല. Then Optimize patient satisfaction, provide time and treatment room utilization by scheduling appointment in person or by telephone. ടെലിഫോണിലൂടെയോ നേരിട്ട് എടുക്കുന്ന അപ്പോയിന്റ്മെന്റ് എല്ലാം വന്നു ചേരുന്നു. ഒപ്റ്റിമൈസ് ചെയ്യുന്നത് എവിടെയാണ്? Reception. അല്ല, ഹെൽത്ത് കെയർ റിസോഴ്സ് ഡെസ്ക് ആണ് അത് മാനേജ് ചെയ്യുന്നത് അല്ലേ? ഓക്കെ ആണോ? ഓക്കെ. നെക്സ്റ്റ് എന്താണ്? റോൾ ഓഫ് ഹെൽത്ത് ചെക്ക് ഡെസ്ക്. അതെന്താണിത്? റോൾ എന്താണ്? ഹെൽത്ത് ചെക്ക് ഡെസ്കിന്റെ റോൾ എന്താണ്? പ്രൊവൈഡ് അസിസ്റ്റന്റ് ആൻഡ് ഫെസിലിറ്റേറ്റ് കസ്റ്റമറിനെ ഹെൽപ്പ് ചെയ്യുക. പിന്നെന്താണ് അവർക്ക് വേണ്ട ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക. കോർപ്പറേറ്റ് ആൻഡ് വർക്ക് ഇൻ എൻക്വയറീസ്. എൻക്വയറീസ് നടത്തുക. ഇതൊക്കെ ആരുടെ ഡ്യൂട്ടീസ് ആണ്? റോളാണ്. ഹെൽത്ത് ഡെസ്ക്. നെക്സ്റ്റ് എന്താണ്? അപ്പോയിന്റ്മെന്റ് ആൻഡ് ഷെഡ്യൂളിംഗ് ഓഫ് ഹെൽത്ത് ചെക്കപ്പ്. അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന പോലെ അപ്പോയിന്റ്മെന്റ് എടുക്കുക. കോർഡിനേറ്റിംഗ് വിത്ത് കൺസേൺഡ് ഡിപ്പാർട്ട്മെന്റ്. ഡിസ്പാച്ച് ഓഫ് റിപ്പോർട്ട് ആഫ്റ്റർ ഹെൽത്ത് ചെക്കപ്പ്. ഓക്കെ അല്ലേ? ഇത് റിപ്പോർട്ട്, ചെക്കപ്പിന് ശേഷമുള്ള റിപ്പോർട്ട് എന്ത് ചെയ്യണം? ഡിസ്പാച്ച് ചെയ്യണം അല്ലെ? അത് ആരുടെ റോളാണ്? ഹെൽത്ത് ചെക്ക് ഡെസ്കിന്. ഹെൽത്ത് ചെക്ക് ഡെസ്കിന്റെ റോളാണ് ഇത്രയും. നെക്സ്റ്റ് ടോപ്പിക് ഏതായിരുന്നു? റിപ്പോർട്ട് ഡിസ്പാച്ച് ഡെസ്ക്. നമ്മൾ നേരത്തെ പറഞ്ഞു റിപ്പോർട്ടൊക്കെ ഡിസ്പാച്ച് ചെയ്യുന്ന ഒരു ഡെസ്ക് ഉണ്ട്. അവരുടെ ഡ്യൂട്ടീസ് എന്താണ്? സ്റ്റോറേജ് ഓഫ് റിപ്പോർട്ട് റിസീവ്ഡ് ഫ്രം വേരിയസ് ഡിപ്പാർട്ട്മെന്റ്. നമുക്ക് ലഭിക്കുന്ന വേരിയസ് ഡിപ്പാർട്ട്മെന്റ്സിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ട്സ് ഒക്കെ സ്റ്റോറേജ് ചെയ്യുന്നത് ആരാണ്? റിപ്പോർട്ട് ഡിസ്പാച്ച് ഡെസ്ക് ആണ്. പ്രൊവൈഡ്സ് റിപ്പോർട്ട്സ് ഓൺ ടൈം ടു ദ ക്ലയന്റ്. ക്ലയന്റിന് ടൈമിന് റിപ്പോർട്ട്സ് പ്രൊവൈഡ് ചെയ്യേണ്ടതും ഇവരുടെ ഡ്യൂട്ടീസ് ആണ്. Then മെയിൻറ്റെയിൻ റെക്കോർഡ്സ് ഓഫ് ദി റിപ്പോർട്ട്സ് റിസീവ്ഡ് ആൻഡ് ഹാൻഡ് ഓവർ. മെയിൻറ്റെയിൻ ചെയ്യണം റെക്കോർഡ്സ്. നമുക്ക് ലഭിക്കുന്നത് നമ്മൾ ഹാൻഡ് ഓവർ ചെയ്ത് കഴിഞ്ഞ റിപ്പോർട്ട്സിന്റെയും റെക്കോർഡ് ഇവരുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ആരാണ്? ഡിസ്പാച്ച് ഡെസ്ക് ആണ് അല്ലെ? റിപ്പോർട്ട് ഡിസ്പാച്ച് ഡെസ്ക് ആണ് അത് മാനേജ് ചെയ്യേണ്ടത്. ടൈമിംഗ് എങ്ങനെയായിരുന്നു? ടൈമിംഗ് ക്ലോക്ക് 24 hours ആയിരിക്കണം. 24 hours അവർ അവൈലബിൾ ആണ്. Then സ്റ്റാഫ്സ് വർക്ക്സ് ഇൻ 3 ഷിഫ്റ്റ്. 3 ഷിഫ്റ്റ് ആയിട്ടാണ് അവർ വർക്ക് ചെയ്യുന്നത്. Then hospital front desk executive or hospital receptionist. ആരാണ് ഹോസ്പിറ്റൽ റിസപ്ഷനിസ്റ്റ് എന്ന് പറയുന്നത്? ഫ്രണ്ട് ഓഫീസ്. അതെ. ഇതൊക്കെ എന്താ അവരുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്? ആൻസറിംഗ് ഫോൺസ്, ഗ്രീറ്റിംഗ് പേഷ്യൻസ് ആൻഡ് വിസിറ്റേഴ്സ്, ഷെഡ്യൂൾഡ് അപ്പോയിന്റ്മെന്റ് ഇൻ എ പ്രൊഫഷണൽ ആൻഡ് ടൈം അനുസരിച്ചും അവരെന്ത് ചെയ്യണം? അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ ചെയ്യണം. ആരുടെ ഡ്യൂട്ടീസ് ആണിത്?
Front office. ഹോസ്പിറ്റൽ റിസപ്ഷനിസ്റ്റ്. Receptionist. നമ്മൾ നേരത്തെ പറഞ്ഞു അവരുടെ പൊസിഷൻ ഈസ് റെഫേർഡ് ടു ആസ് മെഡിക്കൽ ഓഫീസ് അസിസ്റ്റന്റ് എന്ന് അറിയപ്പെടുന്നു. മെഡിക്കൽ അസിസ്റ്റന്റ് പിന്നെന്താണ്? Physician. റിസപ്ഷനിസ്റ്റ് ഓർ Front. ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊഫഷൻ എന്നും അറിയപ്പെടുന്നു. ഓക്കെ അല്ലേ രമ്യ? Okay. നെക്സ്റ്റ് എന്താണ്? മെയിൻ ജോബ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. അവരുടെ ഡ്യൂട്ടീസ് അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്? Welcomes and greets all patients and visitors personally or over the phone. ഫോണിലൂടെ അല്ലെങ്കിൽ നേരിട്ട് വരുന്ന ഗസ്റ്റിനെ അല്ലെങ്കിൽ പേഷ്യൻസിനെ ഒക്കെ എന്ത് ചെയ്യണം? വെൽക്കം ചെയ്യണം അല്ലേ? പിന്നെന്താണ്? The receptionist, even if you can't verbally greet the patient, getting eye contact with them. Let them know you are aware of their presence and will get to them as soon as possible. ഇപ്പൊ തിരക്കാണെങ്കിൽ ബിസി ആണെങ്കിൽ ഐ കോണ്ടാക്ട് എങ്കിലും മെയിൻറ്റെയിൻ ചെയ്യണം. നമ്മൾ അറിയിക്കണം അവരെ ഞാൻ ഇപ്പൊ തന്നെ വരുമെന്നുള്ളത് അല്ലെ? നെക്സ്റ്റ് എന്താണ്? Respond to enquiries by patient, prospective patient, and visitors in the courteous manner. എന്താണത്? പേഷ്യൻസിന് അല്ലെങ്കിൽ വരാൻ പോകുന്ന പേഷ്യൻസിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? അവരുടെ എൻക്വയറീസ് റെസ്പോണ്ട് ചെയ്യണം അല്ലേ? എങ്ങനെയായിരിക്കണം റെസ്പോണ്ട് ചെയ്യേണ്ടത്? കർട്ടിയസ് മാനർ അല്ലേ? പൊളൈറ്റ് ആയിട്ടായിരിക്കണം. ആണോ? Okay. Then Register according to established protocol. പുതിയ പേഷ്യൻസിലേക്ക് പ്രോട്ടോകോൾ അനുസരിച്ച് രജിസ്റ്റർ ചെയ്യണം. പിന്നെന്താണ്? Register new patients and update existing patient demographics by collecting detailed patient information that includes personal and financial information. എന്താണ്? ന്യൂ പേഷ്യന്റിനെ പേഴ്സണൽ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ഒക്കെ കളക്ട് ചെയ്തിട്ട് രജിസ്റ്റർ ചെയ്യണം. ദെൻ എക്സിസ്റ്റിംഗ് പേഷ്യന്റിന്റെ നമ്പർ അറിഞ്ഞിരിക്കണം അല്ലേ? നിലവിലുള്ള പേഷ്യന്റിന്റെ നമ്പർ അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് എന്താണ്? ഡോക്യുമെന്റേഷനും മെഡിക്കൽ ഇൻഷുറൻസിന്റെ ഡോക്യുമെന്റേഷൻ ഫോംസ് ഒക്കെ ഫിൽ ചെയ്യാനായിട്ട് അവരെ അസിസ്റ്റ് ചെയ്യണം. അവരെ ഹെൽപ്പ് ചെയ്യേണ്ടത് ആരാണ്? ഫോംസ് ആൻഡ് ഡോക്യുമെന്റേഷൻ ഒക്കെ ഫില്ല് ചെയ്യാനായിട്ട് അസിസ്റ്റ് ചെയ്യേണ്ടത് റിസപ്ഷനിസ്റ്റ് ആണ്. ദെൻ എന്താണ്? എൻഷുർ പേഷ്യൻസ് ടു കംപ്ലീറ്റ് ഓൾ നെസസറി ഫോംസ് ആൻഡ് ഡോക്യുമെന്റേഷൻ ഇൻക്ലൂഡിംഗ് മെഡിക്കൽ ഇൻഷുറൻസ്. എല്ലാം അവർ ചെയ്തതെല്ലാം കറക്റ്റ് ആണോ എന്ന് ഉറപ്പാക്കണം, എൻഷുർ ചെയ്യണം അല്ലേ? Then ensure patient's information is accurate including billing information. എല്ലാ വിവരങ്ങളും including billing information ഉൾപ്പെടെയുള്ളവ ആക്യുറേറ്റ് ആണെന്ന് കറക്റ്റ് ആണെന്ന് നമ്മൾ എൻഷുർ ചെയ്യണം. നെക്സ്റ്റ് എന്താണ്? ഇൻഫോം പേഷ്യൻസ് ഓർ മെഡിക്കൽ ഓഫീസ് പ്രൊസീജിയർ ആൻഡ് പോളിസി. പ്രൊസീജിയർ ഒക്കെ നമ്മൾ അവരെ ഇൻഫോം ചെയ്തിരിക്കണം. മെയിൻറ്റെയിൻ ആൻഡ് മാനേജ് പേഷ്യന്റ് റെക്കോർഡ്സ്. പേഷ്യൻസ് റെക്കോർഡ്സ് ഒക്കെ മാനേജ് ചെയ്യേണ്ടത് ആരാണ്? റിസപ്ഷനിസ്റ്റ്. അതെ, റിസപ്ഷനിസ്റ്റ് ആണ്. ഇത്ര നമ്മൾ എടുത്തത് ഇത്രയല്ലേ? അതെ. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി ബാലൻസ് എടുക്കാം. ഓക്കെ, ഞാൻ ക്ലോസ് ചെയ്തോട്ടെ? ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു.